ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇപ്പോ വമ്പനൊരു അടി പൊട്ടിയിരിക്കുകയാണ്. ഷാനവാസും നെവിനും ഒക്കെ തമ്മിലാണ്. ഷാനവാസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിയിൽ ഉപ്പിട്ട് തന്നാലും കഴിക്കാൻ ഇവിടെ ഉള്ളവര് തയ്യാറാണ്. പക്ഷെ ഇവിടെ ഭക്ഷണം ഇല്ലാത്ത സമയത്ത് അങ്ങനെ തന്നു കഴിഞ്ഞാൽ കഴിച്ചെന്നൊക്കെ വരും. സൂപ്പ് മാത്രം ഇവിടെ കുടിച്ച് കടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഫുഡ് ഉള്ളപ്പോൾ അത് കൊടുക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അത് തരാതിരിക്കുന്നത് ചെറ്റത്തരമാണ്. സമയത്തിന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ 2 കറി വെക്കാത്തത്. ഫുഡ് ഉള്ളപ്പോൾ അത് കൊടുക്കണം. 9 പേരെ ഈ വീട്ടിലുള്ളൂ. ഇപ്പൊ 23 പേരുള്ളപ്പോൾ വരെ ഇവിടെ തോരൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഫുഡ് ഉള്ളപ്പോൾ അത് കൊടുക്കാതിരിക്കുന്നത് ധാർഷ്ട്യമാണ്, അഹങ്കാരമാണ്, ചെറ്റത്തരമാണെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് കുറെ മാസം അടിക്കുന്നുണ്ട് കേട്ടോ. അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാരണം നെവിന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് അതിനൊരു പ്രധാന കാരണം. ഞാനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ, ഞാൻ തീരുമാനിക്കും, നീയൊക്കെ തിന്നും, ഞാൻ ഇവിടുത്തെ ഷെഫൊന്നും അല്ല, എല്ലാത്തിനും തീറ്റിക്കാനൊന്നും അല്ല ഞാൻ ഇവിടെ വന്നത് എന്നുള്ള അങ്ങനത്തെ രീതിയിലുള്ള ഡയലോഗ്സ് ഒക്കെ നെവിന്റെ വായിന്ന് വീണിട്ടുണ്ട്. കഞ്ഞിയും പയറും കഴിച്ചാൽ മതി എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഷാനവാസ് ഒരു സദ്യ വെച്ച് കൊടുക്കാനൊന്നും അവിടെ ആരോടും പറഞ്ഞിട്ടില്ല. എന്നും സദ്യ കഴിക്കാനല്ല അവിടെ പോയിരിക്കുന്നതെന്ന് ഷാനവാസിന് അറിയാം. പക്ഷെ ഫുഡ് ഉണ്ടായിട്ടും അതിൽ ഈ ഉലന്തി കഞ്ഞിയും പയറും കൊടുത്തിട്ട് സൗകര്യമില്ല എന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പും ഇല്ല കേട്ടോ. ഇതിപ്പോ 9 പേരെ ആ വീട്ടിലുള്ള ഷാനവാസ് പറയുന്നതിൽ ഇത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ 23 പേരുള്ളപ്പോൾ വരെ ഷാനവാസ് അടങ്ങുന്ന കിച്ചൺ ടീം ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നെവിൻ തന്നെ പറയുന്നുണ്ട് ഷാനവാസ് മാസാണ്, താൻ എന്റെ മാസമൊക്കെ വേറെ വല്ലവരുടെ അടുത്ത് കാണിക്കും, മിത്രത്തിന്റെ അടുത്ത് കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഷാനവാസ് മാസ് ഡയലോഗ് അടിക്കുന്ന അയാളുടെ മിടുക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു ഫൈറ്റ് ഇങ്ങനെ നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി അനീഷ് ഇടയ്ക്ക് കയറി ഷാനവാസിനെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ആരുടെയും പക്ഷം പിടിച്ചൊന്നും സംസാരിക്കുന്നില്ല. നെവിൻ പറയുന്നതിൽ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം സമയപരിമിതികളുണ്ട് അവിടെ. അപ്പം അധികം വൈകാതെ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കും. അതിന് മുമ്പായിട്ട് കുക്കിങ്ങും പരിപാടികളൊക്കെ തീർത്ത് എല്ലാവർക്കും ഫുഡ് കൊടുക്കണം. അപ്പൊ നെവിൻ പറയുന്നതിലും ഇത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഷാനവാസ് പറയുന്നതാണ് കൂടുതലും എനിക്ക് കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തത് കേട്ടോ. അത് ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോ തന്നെ തോന്നിയതാണ്. അവിടെ കഞ്ഞിയും പയറും മാത്രം തിന്നാനല്ലോ, ബ്ലേറ്റന്റ് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കാനല്ലല്ലോ പോയിരിക്കുന്നത്. ഇന്നലെയും എനിക്ക് തോന്നുന്നു അങ്ങനത്തെ എന്തോ ഒരു കറിയോ മറ്റോ ആയിരുന്നു. നെവിന് നല്ലപോലെ ഫുഡ് ഉണ്ടാക്കാനായിട്ടൊക്കെ പറ്റും. പക്ഷെ നെവിൻ ഉണ്ടാക്കാതിരിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിട്ടില്ല, മനഃപൂർവ്വം കൊടുത്തിട്ടില്ല. ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ഇന്ന് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിക്ക് ടാസ്കിനായിട്ട് പ്രിപ്പയർഡ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടായിരിക്കും ടാസ്ക് കൊടുക്കുന്നത്. അപ്പൊ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കൺസിഡറേഷൻ അവർക്ക് കിട്ടുമ്പോ കിച്ചൺ ടീം ഇങ്ങനെ ധാർഷ്ട്യം കാണിക്കുന്നതിനോട് അല്ലെങ്കിൽ അഹങ്കാരം കാണിക്കുന്നതിനോട് യോജിപ്പില്ല. ഷാനവാസ് പറയുന്ന പോയിന്റ് കുറച്ചുകൂടെ വാലിഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. ഞാനിത് പ്രേക്ഷകരിലേക്ക് തന്നെ വിട്ടു തന്നിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും അങ്ങനെയാണ്, ആരുടെയും പക്ഷം പിടിച്ച് ഓവറായിട്ട് സംസാരിക്കാറില്ല. പ്രേക്ഷകർ ലൈവ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ്, വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.